ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ കവർച്ച നടന്നെന്ന് സ്ഥിരീകരിച്ച ദേവസ്വം വിജിലൻസ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിലാക്കിയാണ് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ സ്വർണ്ണപ്പാളിയല്ല തിരികെ എത്തിച്ചത് എന്ന് ഫോട്ടോ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. കൊള്ളയടി ശരിവെക്കുന്ന നിർണായക നിഗമനത്തിലേക്കാണ് ദേവസ്വം വിജിലൻസ് എത്തിച്ചേർന്നത്. സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്നും സംഭവത്തിൽ വൻ ഗൂഢാലോചന നടന്നുവെന്നുമാണ് വിജിലൻസിന്റെ നിർണായക കണ്ടെത്തൽ. 2019 ദ്വാരപാലക ശില്പങ്ങളും 2 സൈഡ് പാളികളുമാണ് സ്വർണം പൊതിയാൻ കൊണ്ടുപോയത്. 1.5 കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞതെന്നും എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരിച്ചെത്തിച്ച പാളിയിലുള്ളത് 394 ഗ്രാം സ്വർണം മാത്രമായിരുന്നുവെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്വർണ്ണപ്പാളിയിലെ സ്വർണം കവർന്നുവെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത്. വിജയമല്ലി സ്വർണമാണ് പൊതിഞ്ഞതെന്നും 8 സൈഡ് പാളികളിലായി 4 കിലോയാണ് പൊതിഞ്ഞതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇതിൽ 2 പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിരുന്നു. നൽകിയ പാളികളിൽ എത്ര സ്വർണ്ണമുണ്ടെന്ന് ഇനി തിട്ടപ്പെടുത്തണമെന്നാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിൽ ശബരിമലയിലുള്ള തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്ക നിർണയ പരിശോധന നടത്തണമെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ മഹസറിലാണ് പൊരുത്തക്കേടുള്ളത്. മഹസറിൽ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും ഒപ്പിട്ടില്ല. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേന്ദ്ര പ്രസാദാണ് മഹസർ തയ്യാറാക്കിയത്. തിരികെ കൊണ്ടുവന്ന സ്വർണ്ണപ്പാളികളിലെ സ്വർണത്തിന്റെ മൂല്യവും തൂക്കവും മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും രേഖകൾ വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.